അപ്പൊ ഗിനി കോഎഫിഷ്യന്റ് ഡിറൈവ് ചെയ്യുന്നത് ലോറൻസ് കർവിൽ നിന്നാണ്. പെർ ക്യാപിറ്റൽ കൺസംഷനും സേവിംഗിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷനിൽ പറയുന്നത്. ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീപ്രിയ. അപ്പൊ ഇനി UGC നെറ്റ് എക്സാമിനായി വളരെ കുറച്ച് സമയമുള്ളൂ, ഒരു 2 months കൂടെ നിങ്ങളുടെ മുന്നിലുള്ളൂ. എല്ലാവരും അതിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ചാനലിൽ നിങ്ങളെ അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് വീഡിയോസ് എക്കണോമിക്സിന് മാത്രമല്ല മറ്റ് സബ്ജക്റ്റുകൾക്കുള്ള വീഡിയോസും വരുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രിപ്പറേഷൻ ഒക്കെ നന്നായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു 60 days ക്രാഷ് ബാച്ച് ഒക്കെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എപ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സിലും വരാറുണ്ട്, മാത്സ് ഫോളോയിങ്ങിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുറച്ചൊരു മീഡിയം ടു ഈസി ടു മീഡിയം ലെവൽ ഉള്ള കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് വൺ, ഗിനി കോഎഫിഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിനൊന്ന് അനലൈസ് ചെയ്യണം. ഗിനി കോഎഫിഷ്യന്റ് ഓൺലി ലുക്സ് അറ്റ് ദ distribution of income or wealth among a nation's resident. ഗിനി കോഎഫിഷ്യന്റ് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് among the nation's resident. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗിനി കോഎഫിഷ്യന്റ് റേഞ്ചസ് ഫ്രം 0 to 1. അതിന്റെ റേഞ്ച് 0 to 1 ആണ്, വിത്ത് 0 റെപ്രസെന്റിംഗ് പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി ആൻഡ് 1 റെപ്രസെന്റിംഗ് പെർഫെക്റ്റ് ഇക്വാലിറ്റി. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? ഗിനി കോഎഫിഷ്യന്റ് ലുക്സ് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് ഗിനി കോഎഫിഷ്യന്റ് സംസാരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ നോക്കൂ, ഗിനി കോഎഫിഷ്യന്റ് റേഞ്ചസ് ഫ്രം 0 to 1. 0 to 1 ആണ് അതിന്റെ റേഞ്ച്, അത് കറക്റ്റ് ആണ്. ബട്ട് വിത്ത് 0 റെപ്രസെന്റിംഗ് പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി അല്ല. 0 എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പെർഫെക്റ്റ് ഇക്വാലിറ്റി ആണ് 0 റെപ്രസെന്റ് ചെയ്യുന്നത്. 1 റെപ്രസെന്റിംഗ് പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി. അതായത് ഗിനി കോഎഫിഷ്യന്റ് കൂടുന്തോറും അതിനർത്ഥം എന്താണ്? ഇൻഇക്വാലിറ്റി, ഒരു നാട്ടിൽ ഇൻഇക്വാലിറ്റി കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ എന്താണ്? ഓൺലി 1. ഗിനി കോഎഫിഷ്യന്റ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ് സംസാരിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഫസ്റ്റ് പോർഷൻ 0 to 1 റേഞ്ച്, അത് കറക്റ്റ് ആണ്. പക്ഷെ 0 റെപ്രസെന്റിംഗ് പെർഫെക്റ്റ് ഈക്വാലിറ്റി ആണ്. ഓക്കെ, ഗിനി കോഎഫിഷ്യന്റ് നമ്മൾ ഇതിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, ഏത് കർവിൽ നിന്നാണ്? നമ്മൾ അതിനെ കുറിച്ചൊക്കെ വേറൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ലോറൻസ് കർവ് ആണ് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഗിനി കോഎഫിഷ്യന്റ് ഡിറൈവ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഗിനി കോഎഫിഷ്യന്റ് ഇതാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ലോറൻസ് കർവിൽ നിന്നാണ് നമ്മൾ ഗിനി കോഎഫിഷ്യന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത് നോക്കൂ, ഇതൊരു പെർഫെക്റ്റ് ഇക്വാലിറ്റി ലൈൻ ആണ്. ഇതാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഗിനി കോഎഫിഷ്യന്റ് ഫോർമുല വരുന്നത് ഈ ഏരിയ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള, അതായത് ഈ പെർഫെക്റ്റ് ഇക്വാലിറ്റി ലൈനിലും ലോറൻസ് കർവിന്റെ ഇടയിലുള്ള ഏരിയ പ്ലസ് ഈ പെർഫെക്റ്റ് ഇക്വാലിറ്റി ലൈനിൽ നിന്നുള്ള ഫുൾ ഏരിയ, ഇതിന്റെ റേഷ്യോനെയാണ് നമ്മൾ ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഗിനി കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? പെർഫെക്റ്റ് ഇക്വാലിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. 1 ആണെങ്കിൽ അതിനർത്ഥം പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി എന്നാണ്. അപ്പൊ ഗിനി കോഎഫിഷ്യന്റ് ഡിറൈവ് ചെയ്യുന്നത് ലോറൻസ് കർവിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഹാരോഡ് മോഡൽ, ഇഫ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഇസ് മോർ ദാൻ വാരന്റഡ് ഗ്രോത്ത് റേറ്റ്. വാരന്റഡ് ഗ്രോത്ത് റേറ്റ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഹാരോഡ് മോഡലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഇസ് മോർ ദാൻ വാരന്റഡ് ഗ്രോത്ത് റേറ്റ്. അപ്പോ എന്ത് സംഭവിക്കുന്നു എന്നാണ്? ഇൻഫ്ലേഷൻ ആണോ, ഡിഫ്ലേഷൻ ആണോ, സ്റ്റാഗ്ഫ്ലേഷൻ ആണോ, അതോ ഡിസ്ഇൻഫ്ലേഷൻ ആണോ? ഓക്കെ, ഇപ്പൊ വാരന്റ് ഗ്രോത്ത് റേറ്റിന് വേറൊരു പേരുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ്. ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് എന്നും വാരന്റ് ഗ്രോത്ത് റേറ്റിനെ നമ്മൾ പറയും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ, ആക്ച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റിനെക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഒബ്വിയസ്ലി അവിടെ സംഭവിക്കുന്നത് ഇൻഫ്ലേഷൻ ആണ്. അതായത് ആക്ച്വലി ഒരു കൺട്രിയുടെ ഗ്രോത്ത് റേറ്റ് ഫുൾ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ വരുമ്പോൾ അവിടെ ഒബ്വിയസ്ലി ഇൻഫ്ലേഷൻ ആണ് സംഭവിക്കുന്നത്. ഇൻഫ്ലേഷൻ എന്താണ്, ഡിഫ്ലേഷൻ എന്താണ്, സ്റ്റാഗ്ഫ്ലേഷൻ എന്താണ്, ഡിസ്ഇൻഫ്ലേഷൻ എന്താണ്, ഇതൊക്കെ മറ്റൊരു വീഡിയോയിലും സംസാരിച്ചിട്ടുണ്ട്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷനും ഇൻഫ്ലേഷനും കൂടി ചേർന്ന് വരുന്നതാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഹാരോഡ് മോഡലിൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഇസ് മോർ ദാൻ വാരന്റഡ് ഗ്രോത്ത് റേറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫുൾ കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റിന് കൂടുതൽ വരുമ്പോൾ അവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു. ഇവിടെ വാല്യൂസും തരാം. ഇപ്പൊ സപ്പോസ് ഇപ്പം ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 20 ആണ്, വാരന്റഡ് 11 ആണ്, അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസും വരാം. അതായത് 20 ആണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് തന്നിരിക്കുന്നത്, വാരന്റ് ആണ്, ആ ഇക്കണമിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെ മോർ ദാൻ എന്ന് പറയാതെ വാല്യൂസ് തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഹാരോഡ് മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഹാരോഡ് ന്യൂട്രാലിറ്റി അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആക്ച്വലി നോട്ട് കറക്റ്റ് ആണ്.
നോട്ട് കറക്റ്റ്. ഓക്കെ, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. ബിഗ് പുഷ് തിയറം ആരാണ് തന്നിരിക്കുന്നത്? റോസൻഗ്രെയിൻ റോഡലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ഗ്രോത്ത് തിയറി നെർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെന്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എയോ ഹിഷ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിട്ടിക്കൽ മിനിമം സ്ട്രാറ്റജി ഹാർവേ ലിബിൻസ്റ്റൺ എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ബിഗ് പുഷ് തിയറി ആരാണ് തന്നിരിക്കുന്നത്? റോഡന്റെ തന്നെയാണ് ബിഗ് പുഷ് തിയറി. ബാലൻസ് ഗ്രോത്ത് റേറ്റ് തിയറിയോ? അതും നെർക്സയുടെ തന്നെയാണ്. ക്രിട്ടിക്കൽ മിനിമം സ്ട്രാറ്റജി ഹാർവേ ലിബിൻസ്റ്റന്റെ ആണ്. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എയോ ഹിഷ്മാന്റേതല്ല. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് ലൂയിസിന്റെ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ തിയറിയാണ്. ഹിർഷ്മാന്റേത് അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയാണ് ഹിർഷ്മാന്റേത് വരുന്നത്. ഓക്കെ, അപ്പൊ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി നെക്സയാണ്, അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി എയോ ഹിഷ്മാൻ ആണ്. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ലൂയിസിന്റെ തിയറിയാണ്. ഇങ്ങനെ തിയറംസും അത് ആരാണ് പ്രപ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതും എല്ലാ പ്രാവശ്യവും മാത്സ് ഫോളോയിങ്ങിൽ വരുന്നതാണ്. ഇതിനു മുമ്പുള്ള പല MCQ വീഡിയോസിലും നമ്മൾ ഇതിന്റെ മറ്റ് തിയറീസും ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസിൽ തന്നെ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഡെവലപ്മെന്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ, അത് ലൂയിസിന്റെ തിയറമാണ്. എയോ ഹിർഷ്മാന്റേത് അൺബാലൻസ്ഡ് തിയറിയാണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഡിമാൻഡ് സൈഡ് വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി? വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിഷ്യസ് സൈക്കിള് ഡിമാൻഡ് സൈഡും അതേപോലെ തന്നെ സപ്ലൈ സൈഡും ഉണ്ട്. ഡിമാൻഡ് സൈഡും അതേപോലെ തന്നെ സപ്ലൈ സൈഡും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിമാൻഡ് സൈഡിലാണ്. ഓക്കെ, അപ്പൊ ലോ ഡിമാൻഡിൽ നിന്ന് തുടങ്ങുന്നതുണ്ട്. ഫസ്റ്റ് വൺ നോക്കൂ, ലോ ഡിമാൻഡ് ലോ സേവിങ്. അപ്പൊ നമുക്ക് ഡിമാൻഡ് സൈഡാണ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ സേവിങ് ആണ് പറഞ്ഞത്, അപ്പൊ അത് എന്തായാലും ഇല്ല. അടുത്തത് ലോ ഇൻകം, ലോ ഇൻവെസ്റ്റ്മെന്റ്, ലോ ഡിമാൻഡ്, ലോ ക്യാപിറ്റൽ ഡെഫിഷ്യൻസി. അടുത്തത് ലോ പ്രൊഡക്ടിവിറ്റി, ലോ ഇൻകം, ലോ സേവിങ്. ഇവിടെയും സേവിങ് പറഞ്ഞിട്ടു, അപ്പൊ ഇത് തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ ലോ ഇൻകം, ലോ ഡിമാൻഡ്, ലോ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഡെഫിഷ്യൻസി. ശരിയായ ഉത്തരം ഈ നാലാമത്തതാണ്. അതായത് ലോ ഇൻകം വരുന്നു. ലോ ഇൻകം കാരണം ലോ ഡിമാൻഡ് ആവുന്നു. ലോ ഡിമാൻഡ് കാരണമാണ് ലോ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു, ലോ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നു, വീണ്ടും ലോ ഇൻകം. അതൊരു സൈക്കിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ആൻസർ വരുന്നത് ഡി ആണ്. ഇവിടെ ഞാൻ ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ലോ ഇൻകം, ലോ ഇൻകത്തിൽ നിന്ന് ലോ ഡിമാൻഡ് വരുന്നതുകൊണ്ട് ലോ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഡെഫിഷ്യൻസി, ലോ പ്രൊഡക്ടിവിറ്റി, തിരിച്ച് ലോ ഇൻകം ഉണ്ടാവുന്നു. സപ്ലൈ വരുമ്പോൾ ലോ ഇൻകം ഉണ്ടാവുന്നതുകൊണ്ട് ലോ സേവിങ് കുറവാകുന്നുണ്ട് ലോ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ ഡെഫിഷ്യൻസി, ലോ പ്രൊഡക്ടിവിറ്റി, വീണ്ടും ലോ ഇൻകം. ഈ ലോ ഡിമാൻഡിന് പകരം അവിടെ ലോ സേവിങ്സ് വരുന്നു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി. രണ്ടും ഡിമാൻഡ് സൈഡും ഉണ്ട്, സപ്ലൈ സൈഡും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ഇത് ഞാൻ ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട്. ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് ചോദിക്കും. SDG എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണ്. അത് വന്ന വർഷം ഏതാണ്? 2016 ആണ്. MP എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ്. അത് വന്നത് 2010 ആണ്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വന്നിരിക്കുന്നത് 1979 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വന്നിരിക്കുന്നത് 1990 അപ്പോൾ ആദ്യം വന്നത് PQLI ആണ്, അതിനുശേഷം വന്നത് HDI ആണ്, പിന്നെ MPI വന്നിട്ടുണ്ട്, അതിനുശേഷം SDG വന്നിട്ടുണ്ട്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വന്നത് 2016, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ് 2010, അതിന് മുമ്പ് വന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 1990, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് 1979. അപ്പൊ ഈ ഇൻഡെക്സസിനെ പറ്റിയിട്ടും അതിന്റെ ഇയറിനെ പറ്റിയിട്ടും ഓൾസോ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അടുത്ത ക്വസ്റ്റ്യൻ, if a production function admits both Harrod and Hicks neutral technical progress, elasticity of substitution എന്താണ്? ഹാരോഡിന്റേതും ഹിക്സിന്റെയും ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ടു ഇൻഫിനിറ്റി ആണോ, 1/2 ആണോ, 1 ആണോ, അതോ 0 ആണോ? ഈ രണ്ട് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസും അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കും? അതൊരു കോപ്പ് ഡഗ്ലർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. കോപ്പ് ഡഗ്ലർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? അത് 1 ആണ്. ഈ രണ്ട് ടെക്നിക്കൽ പ്രോഗ്രസും ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോപ്പ് ഡഗ്ലർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഹിക്സ് ആൻഡ് ഹാരോഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ കോപ്പ് ഡഗ്ലർ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പറ്റി നോക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ 1 എന്നുള്ളത് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ഹാരോഡിയൻ എക്കോണമി ICOR is 4.5:1, population growth is 2% per annum and investment is 27%, hence annual growth of per capita will be. Okay,
ഇത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ് ICOR എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആനുവൽ ഗ്രോത്ത് ഓഫ് പെർ ക്യാപിറ്റ കണ്ടുപിടിക്കാം. ആനുവൽ ഗ്രോത്ത് ഓഫ് പെർ ക്യാപിറ്റയുടെ ഫോർമുല എന്ന് പറയുന്നത് APS, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഡിവൈഡഡ് ബൈ ICOR മൈനസ് ഗ്രോത്ത് റേറ്റ് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ് ഇതിന്റെ ഫോർമുല. ഇവിടെ പ്രൊപ്പൻസിറ്റി ടു സേവിന് പകരം തന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 27% ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് പെർ ക്യാപിറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ICOR മൈനസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ്. ആവറേജ് പ്രൊപ്പൻസിറ്റി സേവിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് വരുന്നത് 27 divided by 4.5 divided by 1 minus 2% എന്നാണ് വരുന്നത്. അതായത് 270 divided by 45 minus 2. 6 minus 2 ആൻസർ വരുന്നത് 4 ആണ്. അപ്പൊ ഈ ഫോർമുല ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഫോർമുല എന്താണ്? APS divided by ICOR minus population growth rate. ഓക്കെ, APS എന്ന് പകരം ഇവിടെ 27% ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, ICOR തന്നിട്ടുണ്ട് 4.5 മൈനസ് 2%. അപ്പോൾ 27 ഡിവൈഡഡ് ബൈ 4.5 മൈനസ് 2 എന്താണ് ആൻസർ വരുന്നത്? 6 മൈനസ് 2 4% ആണ്. ഇവിടുത്തെ ആൻസർ വരുന്നത് 4% ആണ്. ഇത് ഫോർമുല അറിഞ്ഞിരിക്കണം. ഫോർമുല ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഫോർമുല ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് എക്കണോമിക്സ് അസ്യൂം ഡ്യുവലിസം ഇൻ ദ എക്കണോമി? ഫിറാനിസ് വന്നിട്ടുണ്ട്. ഡ്യുവലിസം, എക്കണോമിയിൽ ഡ്യുവലിസം പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ്? ഫിറാനിസ് പറഞ്ഞിട്ടുണ്ട്, റിക്കാർഡോന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, റോബർട്ട് സോളോ പറഞ്ഞിട്ടുണ്ട്, ഹാരോഡ് പറഞ്ഞിട്ടുണ്ട്. ഫിറാനിസും ലൂയിസിന്റെ തിയറീസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതില് അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഇൻഡസ്ട്രി, ഇങ്ങനെ രണ്ട് ഇതിനെ പറ്റി പറയുന്നുണ്ട്. അഗ്രികൾച്ചർ ഓൾസോ ഇൻഡസ്ട്രിയെ പറ്റി ക്ലിയർ ആയിട്ട് ഫിറാനിസിന്റെ തിയറത്തിലും ലൂയിസിന്റെ തിയറത്തിലും ഒക്കെ പറയുന്നുണ്ട്. ഓൾസോ റിക്കാർഡോ ഇങ്ങനെ ഒരു ഡ്യുവൽ എക്കോണമിയെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ഒരു ഡ്യുവൽ എക്കോണമിയെ പറ്റി റിക്കാർഡോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സോളോയും ഹാരോഡും ഒന്നും അങ്ങനെ ഒരു ഡ്യുവൽ എക്കോണമിയെ പറ്റി സംസാരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഫിറാനിസും റിക്കാർഡോ വേറൊരു എക്കണോമിസ്റ്റ് ആണ്. ലൂയിസിന്റെ തിയറവും ഇതുപോലെ രണ്ട് അത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അങ്ങനെ ഡ്യുവൽ എക്കണോമിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ കീ പ്രോപ്പർട്ടി ഓഫ് AK മോഡൽ. AK മോഡൽ എൻഡോജീനിയസ് മോഡൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എൻഡോജീനിയസ് മോഡലിലെ ഒരു കീ പ്രോപ്പർട്ടി, ഓപ്ഷൻസ് വായിക്കാം. ആബ്സെൻസ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ, സസ്റ്റൈൻ ലോസ് ഓഫ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, കമാൻഡ് എക്കണോമിക് സിസ്റ്റം, ഹൈ പ്രോബബിലിറ്റി ഓഫ് പൂറർ എക്കണോമിക്സ് ടു ക്യാച്ച് അപ്പ് വിത്ത് ഡെവലപ്ഡ് കൺട്രീസ്. പക്ഷെ എൻഡോജീനിയസ് AK ഗ്രോത്ത് മോഡലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ക്യാപിറ്റൽ ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. AK മോഡലിലെ ആബ്സെൻസ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ക്യാപിറ്റൽ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട പ്രോപ്പർട്ടി ഓഫ് AK മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എഡ്മണ്ട് ഫെൽംസ് ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷൻ പെർ ക്യാപിറ്റ കൺസംഷൻ ഈസ് മാക്സിമൈസ്ഡ് ബൈ വിച്ച് ഫാക്ടർ? പെർ ക്യാപിറ്റ കൺസംഷൻ ഏത് ഫാക്ടർ വെച്ചിട്ടാണ് മാക്സിമൈസ് ചെയ്തിരിക്കുന്നത്? പെർ ക്യാപിറ്റ കൺസംഷനും സേവിംഗും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷനിൽ പറയുന്നത്. പെർ ക്യാപിറ്റ കൺസംഷനും സേവിംഗും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷനിൽ പറയുന്നത്. ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷൻ കൺസെപ്റ്റ് കൊണ്ടുവന്നത് എഡ്മണ്ട് ഫെൽപ്സ് ആണ്. ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷൻ കൊണ്ടുവന്നത് എഡ്മണ്ട് ഫെൽപ്സ് ആണ്. പെർ ക്യാപിറ്റ കൺസംഷൻ ഇസ് മാക്സിമൈസ്ഡ് ബൈ സേവിംഗ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ കുറച്ച് ഈസി ടു മീഡിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മാത്സ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ പോർഷൻസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാം ഇനി മറ്റു വീഡിയോസിനായിട്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇനിഷ്യലി പറഞ്ഞ പോലെ തന്നെ 60 ഡേയ്സും കൂടെ ഉള്ളൂ നമുക്ക് ഇനി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാവും, എപ്പോഴും ഒരു ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, PDF നോട്ട് ലഭിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ഡിസ്കഷൻസും അതിനായിട്ട് ഉണ്ടാവും. അപ്പൊ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക്